ജീവനക്കാർക്ക് ആശ്വാസമായി ഏറ്റവും പുതിയ EPFO തീരുമാനം. PF അക്കൗണ്ടിലേക്ക് 46,000 രൂപ വരെ അധികമായി ചേർക്കും. വിരമിക്കൽ പ്രായം എത്തുന്നതുവരെയോ ബാലൻസ് പൂർണ്ണമായി പിൻവലിക്കുന്നതുവരെയോ പലിശ ക്രെഡിറ്റ് ലഭ്യമാക്കുന്നത് തുടരുമെന്നും അറിയിച്ചു. ഏറ്റവും പുതിയ EPFO തീരുമാനപ്രകാരം നിങ്ങളുടെ PF അക്കൗണ്ടിലേക്ക് ഏകദേശം 46,000 രൂപ വരെ അധികമായി എത്തിച്ചേരും. പ്രതിമാസ സംഭാവനയും അക്കൗണ്ട് ബാലൻസും കണക്കിലെടുത്തായിരിക്കും ഈ തുക എത്തുന്നത്. ബാലൻസിന് മേൽ EPFO നൽകുന്ന പലിശ ക്രെഡിറ്റായാണ് ഇത് കാണുന്നത്. ചില അക്കൗണ്ടിൽ ഇത് 46,000 രൂപ വരെ എത്തിയേക്കാം. EPFO വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തോ ഉമാങ് ആപ്പ് വഴിയോ യോഗ്യതയും എത്ര തുകയ്ക്ക് നിങ്ങൾ അർഹനാണെന്നും പരിശോധിക്കാവുന്നതാണ്. EPF സ്കീമിലേക്ക് സംഭാവന നൽകുന്ന ഏവരും ക്രെഡിറ്റിന് അർഹരാണ്. പേറോൾ വഴി PFലേക്ക് സജീവമായി സംഭാവന നൽകുന്നവർ, PF ബാലൻസ് പിൻവലിക്കാത്ത ജോലി ഉപേക്ഷിച്ചവർ, നിഷ്ക്രിയ PF അക്കൗണ്ട് ഹോൾഡർമാർ, അതായത് തുക പൂർണ്ണമായി പിൻവലിച്ചിട്ടില്ലെങ്കിൽ അവരെല്ലാം അർഹരാണ്. വിരമിക്കൽ പ്രായം എത്തുന്നവരെയോ ബാലൻസ് പൂർണ്ണമായി പിൻവലിക്കുന്നതുവരെയോ പലിശ ക്രെഡിറ്റ് ലഭ്യമാകുന്നത് തുടർന്നുകൊണ്ടിരിക്കും. PF പലിശ തുക എങ്ങനെ പരിശോധിക്കാമെന്ന് സംശയം വേണ്ട. അംഗങ്ങളുടെ EPFO പോർട്ടലാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ഔദ്യോഗിക EPFO വെബ്സൈറ്റ് അതിനായി ഉപയോഗപ്പെടുത്താം. UAN-ഉം അതായത് യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം പാസ്ബുക്ക് അല്ലെങ്കിൽ ബാലൻസ് വിഭാഗത്തിൽ പ്രവേശിക്കാം. അവിടെ മൊത്തത്തിലുള്ള PF ബാലൻസും ഏറ്റവും പുതിയ പലിശ ക്രെഡിറ്റും കാണാനാകും. പാസ്ബുക്ക് സംഭാവനകളും സാമ്പത്തിക വർഷത്തെ പലിശയും പ്രതിഫലിക്കും. ടിപ്സുകൾ UN സജീവമാണെന്നും അത് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പാക്കണം. ജോലി മാറിയിട്ടുണ്ടെങ്കിൽ പലിശ നഷ്ടപ്പെടാതിരിക്കാൻ മുൻ PF അക്കൗണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുകയോ ലിങ്ക് ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. വിരമിക്കലിനോട് അടുക്കുന്നവർ ബാലൻസ് പതിവായി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതുവഴി പിൻവലിക്കലുകളും നികുതി ബാധ്യതകളും കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്യാനാകും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.